കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനം തുടരുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സിംഹാസനത്തെ സംബന്ധിച്ചതായ വളരെ ആഴമേറിയ അനേക പാഠങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 5-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. കർത്താവ് നമ്മെ അനുവദിക്കുന്ന പക്ഷം വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർന്നുള്ള പഠനങ്ങൾ വരും ദിവസങ്ങളിൽ അല്പം വേഗത്തിൽ തന്നെ നിങ്ങളുടെ അടുക്കൽ എത്തും എന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ കരുതുകയും വിശ്വസിക്കുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലോ ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. നമുക്ക് തുടർന്ന് ഈ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാം. ഇന്ന് ഞാൻ അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് സ്ലോ ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച 100 കണക്കിന് വ്യാഖ്യാനങ്ങൾ നമ്മുടെ ആധുനിക ലോകത്തുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തെ ഫുൾഫിൽഡ് പ്രോഫസി ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യം അല്ല. പക്ഷെ ഇതായിരുന്നു എപ്പോൾ? ഇത് എഴുതിയ സമയത്ത്, ഇത് എഴുതുന്ന സമയത്ത് വേഗത്തിൽ സംഭവിക്കാനുള്ളതായിരുന്നു. വേഗത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ച് നമുക്ക് ഇതിനു മുമ്പ് പൂർവികമായി സംഭവിച്ചത് എന്താണ് എന്നറിയേണ്ട ഒരറിവ്, ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ വന്ന വഴികൾ എന്താണ്, നമ്മുടെ പിറകിൽ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാര്യവും ഇനിയും ഭൂമിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പൂർത്തീകരിക്കപ്പെടാനില്ല എന്നത് 100% സത്യമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് പുച്ഛിച്ച് തള്ളാം, പരിഹസിച്ച് തള്ളാം. നമ്മുടെ ഇവിടുത്തെ വലിയ സ്കൂൾ ഓഫ് തോട്ട്സ്, വലിയ സ്കോളേഴ്സ് വേണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് എടുത്ത് കളയാം. ബട്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, വെളിപ്പാട് പുസ്തകം യെറൂശലേം നഗരത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള മിശിഹായുടെ പ്രവചനത്തിന്റെ യോഹന്നാനിലൂടെ രേഖപ്പെടുത്തിയ ഒരു വേർഷനാണ്. അപ്പൊ 5-ാം അധ്യായത്തിന്റെ ചിത്രം നോക്കി, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. അപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ ആരാണെന്നുള്ളത് നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാരാ? നമ്മുടെ ദൈവമായ പിതാവായ ദൈവമാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നൊക്കെ പറയുമ്പോൾ 3 പേരുടെ 3 ഇങ്ങനെ ചെയറിൽ ഇരിക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരരുത്. കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുന്നത്. കാരണം മഹാപുരോഹിതന് മാത്രമേ ദേവാലയത്തെ സംബന്ധിച്ചതായ ഒരു വിധി പ്രഖ്യാപനം നടത്താനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അതിനെക്കുറിച്ച് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 2 പ്രാവശ്യം യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചു. എന്തിനാ ഈ 2 പ്രാവശ്യം ശുദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ, അത് പഴയ നിയമത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ സമൂഹത്തോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നു. പുതുനിയമം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം മനസ്സിലായേ പറ്റൂ. പഴയ നിയമത്തിൽ മാത്രമാണ് പുതുനിയമത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത്. അപ്പൊ 2 പ്രാവശ്യം എന്തുകൊണ്ട് യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മള് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, അതിന് മറുപടി കണ്ടെത്താൻ നമ്മൾ നേരെ പഴയ നിയമത്തിൽ പോകണം. ലേവ്യ പുസ്തകത്തിൽ ഒരു വീടിന് കുഷ്ഠമുണ്ട് എന്ന് കണ്ടാൽ പുരോഹിതൻ ആദ്യം വന്നതിനെ ശുദ്ധി വരുത്തണം, അതിന് കുമ്മായം തേക്കണം. കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും വരണം,
വീണ്ടും ആ വടു അവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ആ കല്ല് ഇളക്കി കളഞ്ഞ് പുതിയ കല്ല് അവിടെ സ്ഥാപിച്ചത് ആ വീടിനെ എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തണം. എന്നിട്ടും മൂന്നാമത്തെ പ്രാവശ്യം താൻ വരുമ്പോൾ വീണ്ടും അത് തുടർന്നാൽ ആ വീടും അതിനകത്തെ സകല മരങ്ങളും ഇളക്കിയെടുത്ത് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കളയണം. ആ വീട് പൊളിച്ചു കളയണമെന്ന്. ഇവിടെ മഹാപുരോഹിതനായ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ വന്നതിന്റെ കാരണം താൻ ഭൂമിയിലായിരുന്ന സമയത്ത്, അതായത് ഐഹിക ജീവിതകാലത്ത് 2 പ്രാവശ്യം യെരുശലേമിന് ശുദ്ധീകരണം വരുത്തി. മൂന്നാമത്തെ പ്രാവശ്യം അഗ്നിജ്വാലയുടെ കണ്ണോടുകൂടെ അവൻ ഇറങ്ങി വരുമ്പോൾ ആ കുഷ്ഠത്തിന് ഒരു മാറ്റവുമില്ല. അവിടെ സംഭവിച്ചതായ തിന്മകൾക്ക് യാതൊരു മാറ്റവുമില്ല. അവിടുത്തെ കാൽവറി മരണത്താൽ സാധ്യമായ ശുദ്ധീകരണം സ്വീകരിപ്പാൻ കഴിയാതെ അവിശ്വാസത്താൽ ഹൃദയത്തിന് കാഠിന്യം വന്ന മതപൗരോഹിത്യ വർഗത്തിന്റെ നടുവിൽ മിശിഹ തമ്പുരാൻ ഒരു പ്രാവശ്യം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മൂന്നാമത്തെ ക്രിയ ചെയ്യുകയാണ്. കല്ലിന്റെ പുറത്ത് കല്ല് ശേഷിക്കാതെ ആ വീട് പൊളിച്ച് പട്ടണത്തിന് പുറത്ത് കളയും. ഇതാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെയും ഒക്കെ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട്. ഇത് നിങ്ങൾ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വ്യാഖ്യാനം ഒന്നും പറയാം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എനിക്ക് വായി വരുന്ന എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അങ്ങനെ കബളിപ്പിക്കുന്ന ഇഷ്ടം പോലെ പേര് ഈ ഭൂമിയിലുള്ളപ്പോൾ അതിലൊരാളാകാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളത് അങ്ങനെ തന്നെയോ എന്ന് വേദപുസ്തകം വെച്ച് പരിശോധിക്കണം. അപ്പൊ ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ഈ ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ തന്നെ പഠിച്ച് തുടങ്ങണം. ഞാൻ അല്പം വിശദീകരിച്ച് തന്നെ ഒന്ന് പോകാം. കാരണം നല്ലൊരു ഫൗണ്ടേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇതൊരു എബ്രായിക് ഇമേജസ് ആണ്. അതായത് Book of Revelation chapter 5 verse 1 is one of the most densely Hebraic image in the entire New Testament. 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഒരു പരിചയമില്ലാത്ത സ്വർഗീയ സീനിലേക്ക് യോഹന്നാൻ ആരെയും ഇൻവൈറ്റ് ചെയ്യുകയല്ല. He's deliberately combining imagery from Daniel, Ezekiel, Isaiah, Jeremiah, ഇങ്ങനെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പാറ്റേൺ താൻ എടുത്താണ് സംസാരിക്കുന്നത്. അല്ല ചുമ്മാ അതൊരു പുതിയൊരു വെറുതെ ഇങ്ങനെ സംസാരിക്കുകയല്ല. ഇതൊരു കവനന്റ് ലോ സ്യൂട്ട് ട്രഡിഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം ഒരു ഉടമ്പടിക്കും മുമ്പ് ഒരു കുറ്റപത്രം വായിക്കും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ദേവാദി ദൈവത്തിന്റെ സിംഹാസനസ്ഥനായിരിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഏൻഷ്യന്റ് ജൂയിഷ് ഡോക്യുമെന്റ് പ്രാക്ടീസസ്, ഇതെല്ലാം തന്നെ നമുക്ക് പഴയ നിയമത്തിൽ ഉടനീളം കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആളിന്റെ കയ്യിലിരിക്കുന്ന കവനന്റ് ഡോക്യുമെന്റ് ആണ്, ഉടമ്പടി പത്രമാണ്, ചുരുളെന്ന് എഴുതിയേക്കുന്നത്. ഈ ഉടമ്പടി പത്രത്തെ തുറക്കാൻ യോഗ്യനായത് അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം. അതെന്താണെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് അതിന് യോഗ്യനായതെന്ന് നമുക്ക് പഠിക്കാം. സോ അതുകൊണ്ട് വിതിൻ ദ ഫ്രെയിം ഓഫ് ദ ഫുൾഫിൽഡ് കവനന്റ് റീഡിങ്ങിൽ, ആ ലിമിറ്റിനകത്ത് the point, this scene point towards the messianic execution of God's covenant purposes, culminating in the judgment of the old covenant order and the vindication of God's faithful people. അപ്പം പഴയ നിയമ ഉടമ്പടിയുടെ ന്യായവിധിയും പുതിയ നിയമ വിശ്വാസ സമൂഹത്തിന്റെ നീതീകരണവുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ മുമ്പോട്ട് അങ്ങോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ പോകും. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത്, ഞാൻ കണ്ടു, ഐ സോ ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിം. ഐ സോ എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് കെയ് എയ്ഡോൺ ആൻഡ് ഐ സോ. സോ ഇത് ഞാൻ കണ്ടു,
എന്നൊക്കെ പറയുമ്പോൾ ഉടനെ താൻ ഇങ്ങനെ തല നോക്കിയപ്പം അങ്ങോട്ട് കറങ്ങി നിന്നപ്പോൾ കണ്ടു എന്നല്ല. എസെക്കിയേൽ ചാപ്റ്റർ 1:4 ആൻഡ് ഐ ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ്, ഞാൻ നോക്കി കണ്ടു എന്ന് എസെക്കിയേൽ പറഞ്ഞ പ്രൊഫറ്റിക്കലി സംസാരിക്കുകയാണ്. ഇത് പ്രൊഫറ്റിക്കൽ ട്രഡീഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ നാട്ടിലെ ദൈവദാസൻ പറയുക ഞാൻ കാണുന്നു, അങ്ങനെയൊന്നും അല്ല. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലെ പ്രവാചകന്മാരെ ഉപയോഗിച്ച ഭാഷയാണ്. എസെക്കിയേൽ 1:4. ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേൽ 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഐ സോ ഇൻ മൈ വിഷൻ, ഞാൻ എൻ്റെ ദർശനത്തിൽ കണ്ടു. ഈ കണ്ടു എന്നൊക്കെ പറഞ്ഞ ഉടനെ ഈ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു എന്നൊരർത്ഥമല്ല. ഹി പെർസീവ്ഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായി, അദ്ദേഹത്തിന് അത് വെളിപ്പെടുകയാണ്. അതായത് ഹീബ്രുവിൽ അത് പറയുവാണെങ്കിൽ, അതായത് എബ്രായിക്ക് ഒരു പ്രൊഫറ്റിക് ഫോർമുല എങ്ങനെയാ വെച്ചാൽ വാ എറേ എന്ന് പറയും, ആൻഡ് ഐ സോ. അപ്പം ജോൺ ഈസ് പ്രസന്റ് ഹിംസെൽഫ് ആസ് എ ജൂയിഷ് അപ്പോക്കാലിപ്റ്റിക് പ്രൊഫറ്റ്. അപ്പൊ ഇവിടെ ഈ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആ പഴയ നിയമ പ്രവാചകന്മാരുടെ അതേ ശൈലിയിലാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഇത് പ്രസന്റ് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഹി സ്റ്റാൻഡിങ് ഇൻ ദ ട്രഡീഷൻസ് ഓഫ് ഡാനിയൽ ആൻഡ് എസേക്കിയേൽ. എപ്പോഴും മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞത് പുതിയ നിയമത്തിന്റെ പുസ്തകം, നമ്മൾ കൂടുതൽ ഇങ്ങനെ ബഹളം വെക്കേണ്ട ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് എഴുതിയത് യഹൂദനാണ്. അവരുടെ പാരമ്പര്യം യഹൂദിയ പാരമ്പര്യം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, ഇമേജറി, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇലുസ്ട്രേഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിവിധ തരത്തിലുള്ള ആലങ്കാരികമായ പ്രയോഗങ്ങളെല്ലാം തന്നെ പഴയ നിയമ പ്രവാചകന്മാർ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദങ്ങളാണ്. എന്നിട്ട് ഞാൻ കണ്ടു, എന്താ കണ്ടേ? ദ വൺ ഹൂ സാറ്റ് ഓൺ ദ ത്രോൺ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു ചുരുൾ. ഹിം ഹൂ സാറ്റ് ഓൺ ദ ത്രോൺ, സിംഹാസനം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ബിബ്ലിക്കൽ ഇമേജറിയാണ്. ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് പ്രൊഫറ്റിക്കൽ പാറ്റേൺ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദ ഹീബ്രു ബൈബിൾ റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം ദൈവത്തെ രാജാവായിട്ട് കാണുന്നുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവായിട്ട് കാണുന്നുണ്ട്. സങ്കീർത്തനം 10:6 യാവേ ഈസ് കിങ് ഫോർ എവർ ആൻഡ് എവർ, യഹോവ എന്നേക്കും എന്നേക്കും രാജാവാകും. 10:16 സങ്കീർത്തനം. സങ്കീർത്തനം 47:7 പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് ദ കിങ് ഓഫ് ഓൾ ദ ഫ്ലഷ്, സകല ജഡത്തിന്റെയും രാജാവായ. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം, എസേക്കിയേൽ പ്രവചനം യെശയ്യാവ് 6-ാം അധ്യായം, എസേക്കിയേൽ 1, ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് ദൈവത്തെ സിംഹാസനത്തിൽ കാണാൻ പറ്റും. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ രാജാവാണ്. അതുപോലെ തന്നെ എസേക്കിയേല് കർത്താവിന്റെ സിംഹാസനം കാണുന്നു, ദാനിയേല് കർത്താവിന്റെ സിംഹാസനം കാണുന്നു. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ദ ഏൻഷ്യന്റ് ഓഫ് ദ ഡേയ്സ് ടുക്ക് ഹിസ് സീറ്റ്, പുരാതനനായവൻ സിംഹാസനസ്ഥനായി എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി ഈ കാര്യത്തെ, ഈ ത്രോൺ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതായത് സിംഹാസനം കണ്ടു, മൂപ്പന്മാരെ കണ്ടു, എല്ലാം കണ്ടു. 4-ാം അധ്യായത്തിൽ തന്നെ ഓൾറെഡി ദ ത്രോൺ ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ദെയർ. ബുക്ക് ഓഫ് റെവലേഷൻ 5-ൽ വരുമ്പോ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ എന്തോ ഒരു പുതിയ കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്ക്രോൾ എന്നല്ലേ, ചുരുളെന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ വിവരണങ്ങൾ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അവിടുത്തെ വലം കയ്യിൽ, ഈ അവന്റെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാള ഭാഷയുടെ ഒക്കെ പരിമിതിയും ആ ബഹുമാനമില്ലായ്മയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അറിയാതെ അങ്ങ് വന്നു പോകുന്നേ. അവിടുത്തെ കയ്യിൽ ഒരു സ്ക്രോൾ ഇരിക്കുകയാണ്, ഒരു ചുരുളിരിക്കുകയാണ്, ഇൻ ദ റൈറ്റ് ഹാൻഡ്. ഈ റൈറ്റ് ഹാൻഡിനെ കുറിച്ച് പറയാൻ പോയാൽ അത് വേറൊരു കാര്യം. ഹീബ്രുവിൽ അതിന് കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് യാമീൻ എന്നാണ്. യാമീൻ മീൻസ് റൈറ്റ് ഹാൻഡ്.
അപ്പൊ റൈറ്റ് ഹാൻഡ്, അവന്റെ വലത് കൈയിൽ, അവിടുത്തെ വലത് കൈയിൽ ആ ചുരുളിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ട് റെപ്രസെന്റ്സ് ദ റൈറ്റ് ഹാൻഡ്? അതോറിറ്റി, സ്ട്രെങ്ത്, പവർ, റോയൽ ആക്ഷൻ, വിക്ടറി, ഫേവർ, ഇതെല്ലാം തന്നെ ഈ വലത് കൈയുമായി ബന്ധപ്പെട്ടിരിക്കും. 110 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്ത് ഇരിക്കുക. സങ്കീർത്തനം 118ന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് റൈറ്റ് ഹാൻഡ് ഓഫ് യാഹ്വേ ഡസ് വാലിയന്റ്ലി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലത് കൈ എന്ത് ചെയ്യുന്നു? വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കും. യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈറ്റ് ഹാൻഡ് റൈച്ചസ്. ഞാൻ എൻ്റെ നീതിയുള്ള വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീതിയുള്ള വലം കൈ. അപ്പൊ ദൈവത്തിന്റെ ഈ വലം കൈയുടെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ 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 ആഴമേറിയ വേരുള്ളതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അപ്പൊ ഇവിടെ ഈ സ്ക്രോൾ എന്ന് പറയുന്നത് സിംഹാസനത്തിലിരിക്കുന്ന മഹാദൈവത്തിന്റെ വലത് കൈയിലിരിക്കുന്നതിന്റെ അർത്ഥം ദ ഡോക്യുമെന്റ് ഈസ് അണ്ടർ ഡിവൈൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റിനകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഭൂലോകത്തിലൊരു മനുഷ്യർക്കും പറ്റില്ല. അത് മനുഷ്യരുടെ കാര്യമല്ല. ഇതാദ്യം നമ്മുടെ മൈൻഡിൽ വേണം. അതായത് ഇനി തുടർന്ന് സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് ദൈവത്തിന്റെ ഡിവൈൻ അതോറിറ്റിയുടെ ഭാഗമാണ്. അപ്പം ഗോഡ് possesses എന്ത് ചെയ്യുന്നു? ദ ഡിഗ്രി. ഹി കൺട്രോൾസ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഗോഡ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഔട്ട്കം. ഇത് മൂന്നും പ്രധാന കാര്യം. ദൈവം ആ ഡിഗ്രി തമ്പുരാന്റെ കയ്യിൽ പൊസസ് ചെയ്തിരിക്കുന്ന കയ്യിലുണ്ട്. തുടർന്ന് നടക്കാൻ പോകുന്ന എക്സിക്യൂഷനെ ആര് കൺട്രോൾ ചെയ്യാൻ പോവുക? സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം കൺട്രോൾ ചെയ്യാൻ പോകുന്നു. ഇതിന്റെ ഔട്ട്കം ഓൾറെഡി ദൈവം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഈ വലത് കൈയിലിരിക്കുന്ന ഈ സ്ക്രോൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പദം സ്ക്രോൾ, ചുരുൾ. ചുരുൾ എന്നതിന് ഗ്രീക്കിൽ കൊടുക്കുന്നത് ബൈബ്ലിയോൺ എന്നാണ്. ബൈബ്ലിയോൺ, നമ്മൾ ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ ബൈബ്ലിയോൺ. സ്ക്രോൾ, ബുക്ക് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയും. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒരു പുസ്തകം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകത്തെ പോലെ ഒരു പുസ്തകത്തെക്കുറിച്ച് അല്ല ഏൻഷ്യന്റ് വേർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ സ്ക്രോൾസ് ആണ്. നമുക്കറിയാം വേദപുസ്തകത്തിൽ ഇഷ്ടം പോലെ തെളിവുകൾ അതിനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നുമില്ല. അപ്പൊ ഈ ഒരു ഇമേജറി എന്ന് പറയുന്നത് നോർമലി ഏൻഷ്യൻ വേൾഡ് ഉപയോഗിച്ചിരിക്കുന്നത് ദ വേൾഡ് ഓഫ് റോയൽ ഡിഗ്രി, ലീഗൽ ഡോക്യുമെന്റ്സ് ഓർ പ്രൊഫറ്റിക് റൈറ്റിംഗ്സ് ആൻഡ് കവനന്റ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം തന്നെ സ്ക്രോൾസിലാണ് ഏൻഷ്യൻ കാലത്ത് രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ അതിനോട് അനുബന്ധിച്ച് വായിക്കും. എസെക്കിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അപ്പം ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ എന്താണ് എന്ന് കുറച്ച് മനസ്സിലാവും. എസെക്കിയേൽ 2-ന്റെ 9-10 വാക്യം. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പോകുമ്പോൾ അവിടെ അകത്തും പുറത്തും എഴുത്തുള്ളതാണ് ഈ ചുരുൾ. സാധാരണ ഒരു പുറത്തു മാത്രമേ എന്ത് എഴുതത്തുള്ളൂ? ചുരുൾ എഴുതത്തുള്ളൂ. ചുരുളിൽ ഒരു ഭാഗം മാത്രമേ എഴുതത്തുള്ളൂ, മറു സൈഡിൽ എഴുതാറില്ല. പക്ഷെ ഇവിടുത്തെ ചുരുളിലെ 2 വശത്തും ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ എടുത്ത ആ ചിത്രം എവിടുന്ന് എടുത്തത്? എസെക്കിയേൽ 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യമാണ്. അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. എന്താണ് ഈ അകത്തും പുറത്തും എഴുത്ത്? വിലാപവും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. സാധാരണ സന്തോഷ വാർത്ത അല്ലത്, ഒരു വലിയ ദുഃഖവാർത്ത. സങ്കടത്തിന്റെയും വിലാപത്തിന്റെയും കഷ്ടത്തിന്റെയും വിഷയങ്ങളാണ് ഇതിന്റെ അകത്തും പുറത്തുമായിട്ട് രേഖപ്പെടുത്തിയിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം എസെക്കിയേൽ 2-ാം അധ്യായത്തിൽ എസെക്കിയേൽ ഉപയോഗിച്ച അതേ പ്രൊഫറ്റിക്കൽ ടേംസ്
നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ എന്താ അകത്തും പുറത്തും എഴുത്തുള്ള ഒരു ചുരുൾ. ഇതൊരു ആക്സിഡന്റൽ അല്ല ഇത്. അപ്പം ജോൺ ഈസ് ഡെലിബറേറ്റ്ലി എവോക്കിംഗ് എസെക്കിയൽ സ്ക്രോൾ. ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾഡ് ടെസ്റ്റമെന്റ് വെച്ച് ന്യൂ ടെസ്റ്റമെന്റിനെ മനസ്സിലാക്കാം. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന എന്താണ്? ലെമന്റേഷൻസ്, മോർണിംഗ്സ് ആൻഡ് വോസ്. കഷ്ടം. കാരണം ഇസ്രായേലിൽ വരാൻ പോകുന്ന മഹാകഷ്ടത്തെക്കുറിച്ചുള്ള പ്രവചനം. അപ്പൊ ജഡ്ജ്മെന്റാ. സങ്കടത്തിന്റെയും വേദനയുടെയും വിലാപത്തിന്റെയും ഒക്കെ ചിത്രവും മെസ്സേജുകളുമാണ് ഈ തിരുവെഴുത്തുകൾ, ഈ സ്ക്രോളിനകത്ത് നിറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. അപ്പം മത്സരികളായ ഇസ്രായേലിനെതിരെയുള്ള ന്യായവിധി പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവം എസെക്കിയേലിനെ തെരഞ്ഞെടുത്തത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സെയിം മാനറിലാണ് വെളിപ്പാട് പുസ്തകം. മത്സരികളായ ഇസ്രായേൽ ഗൃഹത്തിന് അവസാനത്തെ ന്യായവിധി, മഹാന്യായവിധിയുടെ സ്ക്രോളാണ് ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാദൈവത്തിന്റെ കരങ്ങളിലുള്ളത്. എസെക്കിയേലിന്റെ കയ്യിലിരുന്ന സ്ക്രോളിന്റെ ഇരുവശത്തും എഴുത്തുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ആ സ്ക്രോളിനകത്തും അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. അപ്പം വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഒരു യഹൂദന് പെട്ടെന്ന് മനസ്സിലാകും ഇത് എസെക്കിയേൽ 2-ാം അധ്യായത്തിന്റെ കാര്യമാണ്. എസെക്കിയേൽ 2-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സ്ക്രോളിനകത്ത് വിലാപവും സങ്കടവും കഷ്ടവുമാണ്. അങ്ങനെങ്കിൽ 100% ഈ സ്ക്രോളിന്റെ അകത്തും പുറത്തും എഴുതി വെച്ചിരിക്കുന്നതും വിലാപത്തിന്റെയും സങ്കടത്തിന്റെയും കഷ്ടത്തിന്റെയും സന്ദേശമാണ് എന്നത് നമുക്ക് നമ്മുടെ നാട്ടുകാർ എഴുതാപ്പുറം വായിക്കാം. അത് എഴുതാത്തൊരു കാര്യത്തെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഞാൻ പറഞ്ഞല്ലോ റൈറ്റിംഗ്സ് ഓൺ ദ ബോത്ത് സൈഡ്. എന്തുകൊണ്ട് ഈ അകത്തും പുറത്തും എഴുത്ത്? നോർമലി എ സ്ക്രോൾ could be written primarily on one side. Writing on both sides indicates the document is full. രണ്ട് വശങ്ങളിലും എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഫുള്ളായി എന്നർത്ഥം. There is no empty space. The decree is completed എന്ന് പറഞ്ഞാൽ ഇനി എഴുതാനില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഇനിയും പുതിയൊരു ഡിഗ്രി എഴുതാനില്ല. അത് പൂർണ്ണമായി, കംപ്ലീറ്റ് ആയി. ഇനി ആഡ് ചെയ്യാനില്ല, ഇനി ഒരു പുതിയത് വരാനുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുമ്പോൾ അത് പൂർണ്ണമായി എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. എസെക്കിയേൽ സ്ക്രോളിൽ നമുക്ക് അങ്ങനെയാ കാണാൻ പറ്റുന്നത്. കഷ്ടവും സങ്കടവും ദുഃഖവും വിലാപവും നിറഞ്ഞു നിൽക്കുന്ന എസെക്കിയേലിന്റെ ആ ചുരുൾ നിങ്ങൾ വായിച്ചു നോക്കിയ വെളിപ്പാട് പുസ്തകം അങ്ങനെ തന്നെയാ. പുസ്തകം ചുരുളങ്ങോട്ട് തുറക്കുമ്പോൾ എന്താണോ എസെക്കിയേലിന്റെ ചുരുളിലുള്ളത് അത് തന്നെയാണ്. എ സീക്വൻസ് ഓഫ് ജഡ്ജ്മെന്റ്, ട്രംഫറ്റ്, ബൗൾസ്, സീൽസ് എന്നു വേണ്ട സകലവിധ മഹാകഷ്ടവും നിറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചുരുൾ. നോക്കി, ആ ചുരുൾ സാധാരണ ഒരു തുറന്ന് വായിക്കാൻ വേണ്ടി കൊടുത്തേക്കല്ല, സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവമാണത് സൂക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ദാനിയേലിന്റെ പ്രവചനം ഞാൻ പറഞ്ഞ 7-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അത്യുന്നതനായവൻ, പുരാതനനായവൻ എന്ത് ചെയ്യുന്നു? ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് സിംഹാസനത്തിലിരിക്കുന്നു. പുസ്തകങ്ങൾ, ബുക്സ് ആർ ഓപ്പൺഡ്, ജഡ്ജ്മെന്റ് ഒക്കേഴ്സ്, ന്യായവിധി വെളിപ്പെടുകയാണ്. Then the Son of Man receives the kingdom and authority. മനുഷ്യപുത്രൻ രാജ്യവും അധികാരവും സ്വീകരിക്കും. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദ കോർട്ട് സാറ്റ്, എന്ത് പറയുന്നത്, കോടതി, അല്ലെങ്കിൽ കോടതി അവിടെ ഇരുന്നു. ബുക്സ് വെയർ ഓപ്പൺഡ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സീക്രട്സ് നിങ്ങൾ നോക്കി. ഹെവൻലി ത്രോൺ, ദാനിയേലിന്റെ പുസ്തകം, ഹെവൻലി ത്രോൺ, ഡിവൈൻ കോർട്ട്, ബുക്സ്, ജഡ്ജ്മെന്റ്, സൺ ഓഫ് മാൻ,
ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4-5 നമ്മൾ കണ്ടത് സെയിം പാറ്റേൺ അല്ലേ കണ്ട? ഇവിടെ നോക്കിയേ, ഒന്നുകൂടെ പറയാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഞാൻ ജസ്റ്റ് വോണ്ട് ടു റീഡ് ദാറ്റ് ഡാനിയൽ ചാപ്റ്റർ 7 വേഴ്സ് 10. വായിക്കണ്ട എന്ന് വിചാരിച്ച, പക്ഷെങ്കിലും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്ത് 10,000 അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. ഹെവൻലി കോർട്ട്. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദനിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിലൂടെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനെ ഒരുത്തൻ ആകാശം കൊണ്ട് വരുന്ന ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്ത് ഒരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചുപോകാത്തവരും. ദിസ് ഇസ് ദ റെയിനിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം. ഇത് തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം ഇത് തന്നെ കാണുന്നത്. ട്രോൺ, ഡിവൈൻ കൗൺസിൽ, മൂപ്പന്മാർ. പുസ്തകങ്ങൾക്ക് പകരം ഇവിടെ സ്ക്രോൾസ്, ചുരുൾ. തുറക്കാൻ കുഞ്ഞാട് യോഗ്യൻ. മുദ്രകൾ പൊട്ടിക്കുന്നു. ന്യായവിധി സംഭവിക്കുന്നു. ഒടുവിൽ രാജ്യം യേശുക്രിസ്തുവിന്റെ പക്കലെത്തുന്നു. എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ സെയിം പാറ്റേൺ ആണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു സംഭവ പരമ്പരയ്ക്കൊടുവിൽ രാജ്യവും നിത്യാധിപത്യവും യേശുക്രിസ്തുവിനാകുന്ന ഒരു ചിത്രം ദാനിയേൽ വിവരിച്ചിട്ടുണ്ട്. അതേ ഇമേജറിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എടുത്തിട്ട് ന്യായവിധി ത്രോൺ കാണുന്നുണ്ട്, ഡിവൈൻ കൗൺസിലുണ്ട്, പുസ്തകങ്ങളുണ്ട്, യോഗ്യനായ ആട്ടിൻകുട്ടിയുണ്ട്, മുദ്രകൾ പൊട്ടിക്കുന്നുണ്ട്. ഒടുവിൽ രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ നമ്മുടെ കുഞ്ഞാടിന് വരികയും ചെയ്യും. അപ്പം എവിടുന്ന ഇമേജറി എടുത്തെന്ന് നോക്കി? ദാനിയേലിന്റെ പ്രവചനം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന പ്രിയപ്പെട്ടവരെ? അപ്പൊ വെളിപ്പാട് പുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കാൻ മനോരമ പത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. മുദ്ര പൊട്ടിച്ചോ എന്ന് നോക്കാൻ വേണ്ടി ഇറാഖിലുള്ള പോയി നോക്കേണ്ടത്. മുദ്ര പൊട്ടിച്ചോ, ഇറാനിൽ മുദ്ര പൊട്ടിച്ചോ. അപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പം വെളിപ്പാട് പുസ്തകത്തിലെ മുദ്ര പൊട്ടിക്കൊണ്ടിരിക്കുക. എവിടുന്നാണെന്ന് ഇവർക്ക് വേർഡ് ഓഫ് കോഡ് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. അതിന്റെ പേരാണ് എക്സജസിസ് എന്ന് പറയും. എക്സജസിസ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഐസിജസിസ് ആണ്. ഐസിജസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും ഓരോന്നെടുത്ത് കറക്കി കുത്തി ഒരു വചനം വ്യാഖ്യാനിക്കും. വേർഡ് ഓഫ് കോഡ് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. എന്നാൽ മാത്രമേ അതിന്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഡാനിയേൽ ചാപ്റ്റർ 7 കൊടുത്തിരിക്കുന്ന അതേ പാറ്റേൺ നമുക്ക് വെളിപ്പാട് പുസ്തകം 5 കാണാൻ പറ്റും. സോ ഇവിടെ ചുരുൾ എന്ന് പറയുന്നത് സ്ക്രോൾ ആസ് എ ഡിവൈൻ ഡിക്രി. വളരെ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ സ്ക്രോൾ ഈസ് ദ ഡിവൈൻ ഡിക്രി. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കാനുള്ളത്, അവർക്ക് കൊടുത്ത മുന്നറിയിപ്പുകൾ, ന്യായവിധിയെക്കുറിച്ചുള്ള സംഭവങ്ങൾ, വീണ്ടെടുപ്പിന്റെ കാര്യങ്ങൾ, ഉടമ്പടിയെ സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് തിരുവെഴുത്തിലും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ചുരുളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അപ്പാർട്ട് ഫ്രം ദ സ്ക്രിപ്ചർ. ഇറ്റ്സ് നോട്ട് അപ്പാർട്ട് ഫ്രം ദ സ്ക്രിപ്ചർ. ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കുന്ന പുസ്തകം വെച്ചാൽ ഈ തിരുവെഴുത്ത് വെച്ചാൽ. അപ്പൊ തിരുവെഴുത്തിനകത്ത് എന്താണോ ന്യായവിധിയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ചതായ ഒരു ചിത്രമാണ് നമുക്കിവിടെ ഈ ചുരുളിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവം തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നതായ ഡിക്രി, അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം അത് തുറക്കാൻ യോഗ്യൻ ഭൂമിയിൽ. ഇവിടെയെല്ലാം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനയുമായും ദൈവവചനവുമായും ദൈവശബ്ദവുമായും പ്രവചന ശബ്ദവുമായും ഒക്കെ തന്നെ നേരിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അതായത് ഇപ്പം
ചുരുൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞ വേദോസത്തിലെ 67-ാമത്തെ പുസ്തകം തുറന്നു എന്നല്ല. I believe that the scroll is simply the Bible, the scripture. കാരണം ഇസ്രായേലിന് വരാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും എഴുതിയിരിക്കുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. അത് മോശയുടെ കാലം മുതൽ എഴുതി തുടങ്ങിയത്. മോശയാണ് ആദ്യം ഇസ്രായേലിന് വരാൻ പോകുന്ന, അന്ത്യകാലത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിനാശത്തെക്കുറിച്ച് സംസാരിച്ച പ്രവാചകൻ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകരുത്. ഇനി എപ്പോഴായിരിക്കും ഇതിന് മുദ്രയിട്ടിരിക്കുന്നത് കണ്ടത്? ഒരു വല്ലാത്തൊരു ചോദ്യമല്ലേ. എപ്പോഴായിരിക്കും മുദ്രയിട്ടത്? അപ്പൊ കാരണം ആ ചുരുള് 7 മുദ്രയുണ്ടെന്നാ പറയുന്നത്. ഞാന് വിശുദ്ധ ബൈബിളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. ദാനിയേൽ പ്രവാചകന്റെ പ്രവചനം, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിനോട് പറയുകയാണ്, നീ പുസ്തകത്തിന് മുദ്രയിടണം, പ്രവചനത്തിന് മുദ്രയിടണം. എന്തിനാ? ഇത് ഏറിയ കാലത്തിന് ശേഷം സംഭവിക്കാനുള്ളത്, അന്ത്യകാലത്ത് സംഭവിക്കും. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച പ്രവചനത്തെ മുദ്രയിടുവാൻ ദൈവം ദാനിയേലിനോട് ആവശ്യപ്പെടും. വാസ്തവത്തിൽ ദാനിയേലിനോട് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാ പ്രിയപ്പെട്ടവരെ വെളിപ്പാട് പുസ്തകം. അങ്ങനെയെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാദൈവത്തിന്റെ കരങ്ങളിലെ ചുരുളിൽ ആ എഴുതപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങള്, ആ സീല് ഏകദേശം ഇന്നേക്ക് 365 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകനിലൂടെ പ്രൊഫറ്റിക്കലി ദൈവമിട്ട സീലാണ്. ചിന്തിക്കണം, മുദ്രയിട്ടുകൊള്ളുക, കാരണം ഇതിപ്പോൾ സംഭവിക്കാനുള്ളതല്ല. പക്ഷെ അതേസമയം വെളിപ്പാട് പുസ്തകം എഴുതിയിട്ട്, വെളിപ്പാട് പുസ്തകം മൊത്തം അങ്ങോട്ട് എഴുതിയിട്ട് ഒടുവിൽ 22-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇത് മുദ്രയിടരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വെറും 300 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യം മുദ്രയിടണമെന്നാവശ്യപ്പെട്ട ദൈവം വെളിപ്പാട് പുസ്തകം ഇനി സംഭവിക്കാൻ പോവുക എന്ന് പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരെങ്കിലും ഒരു പ്രാവശ്യം ചിന്തിച്ചുകൂടായിരുന്നു. 300 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യം മുദ്രയിടാൻ പറഞ്ഞ തമ്പുരാൻ 2000 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട വെളിപ്പാട് പുസ്തകമാണെങ്കിൽ അതിന് ഡബിൾ മുദ്രയിടാനല്ലേ പറയണ്ടേ? പക്ഷെ പറയാൻ വേണ്ട, ഇടരുത്, കാരണം ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ വേദപുസ്തകത്തിന്റെ ഭാഷ എത്ര ശ്രേഷ്ഠവും മനോഹരവും, പക്ഷെ വിശ്വസിക്കാൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. രോഗശാന്തിയിൽ വിശ്വാസമുണ്ട്, അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ട്, അതിൽ വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് ഭൂതങ്ങളിൽ വിശ്വാസമുണ്ട്, സാത്താനിൽ വിശ്വാസമുണ്ട്, അന്ധകാരങ്ങളിൽ വിശ്വാസമുണ്ട്, പോരാട്ടത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് വിശ്വാസമില്ലാത്ത ഏക മേഖല കർത്താവിന്റെ മടങ്ങിവരവെന്ന വിഷയത്തെ സംബന്ധിച്ച വിഷയത്തിൽ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കൃത്യമായി ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങോടുള്ള ബന്ധത്തിൽ മനുഷ്യകുലത്തിന് അവിശ്വാസം ഇന്നും, സ്റ്റിൽ ടുഡേ, ഇന്നും ബൈബിൾ വിശ്വസിക്കാത്തവരവർ. അല്ലെങ്കിൽ പിന്നെ മത്തായിയുടെ സുവിശേഷം 10:23 നിങ്ങൾ ഒരു പട്ടണം നിങ്ങളെ കൈക്കൊണ്ടാൽ അവിടെ സമാധാനം പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ ആ പട്ടണം വിട്ട് കാലിലെ പൊടി തട്ടി ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുമ്പോൾ, മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റിത്തീരിയില്ല എന്ന് യേശു ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. എന്ന് പറയാൻ, ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഇത് തീർക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങളെ ഓടിക്കുവര്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വെളിപ്പെടുമ്പോൾ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് ക്രിസ്തു കൃത്യമായി പറഞ്ഞ് വിശ്വസിക്കുന്നില്ല ഇന്നത്തെ തലമുറ. വേദപണ്ഡിതന്മാർക്ക് വിശ്വാസമില്ല, പാസ്റ്റർമാർക്ക് വിശ്വാസമില്ല, വിശ്വാസികൾക്ക് വിശ്വാസമില്ല. വാക്യത്തെ അവർ മൈൻഡ് പോലും ചെയ്യാറില്ല. അവരതിനകത്ത് തങ്ങൾക്ക് ബോധിച്ചതുപോലെ വേറൊരു വ്യാഖ്യാനം കൊടുത്തേക്കും.
മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, 24-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കി. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് എൻ്റെ യേശു പറഞ്ഞു. ആ വാക്കിനെ വിശ്വസിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യത്തിൽ കയ്യഫ അവരോടും ഹന്നാവരോടും പറഞ്ഞു, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്ന ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും വാഹനമാക്കി വരുന്ന നിങ്ങൾ കാണും. നിങ്ങൾ, ആ വാക്ക് നിവർത്തിയാകണമെങ്കിൽ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് അവര് കാണണമെങ്കിൽ ഇനി സംഭവിച്ചാൽ മതിയോ? എന്തുകൊണ്ടാ യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങുമായിട്ടുള്ള വിശ്വാസത്തിൽ പ്രശ്നം വന്നത്? അത് 1-ാം നൂറ്റാണ്ടിലേ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രകടനം ഇന്നുകൊണ്ട് ഇന്നും ആ വാക്യങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പം ദാനിയേലിന്റെ കാലത്ത് പറഞ്ഞു, മുദ്രയിട്. ഞാൻ എൻ്റെ ലഭ്യമായ ദൈവിക വെളിച്ചത്തിൽ സംസാരിക്കുക. ബൈബിൾ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ദാനിയേലിന്റെ കാലത്ത് ആ മുദ്ര അവിടെ വെച്ചിരിക്കുക. AD 70 ആയപ്പോൾ ന്യായവിധിക്കായി മഹാദൈവം ഇറങ്ങി വരുന്നതിന് തൊട്ടു മുമ്പ് സിംഹാസനത്തിന്റെ ചിത്രം കാണിക്കാതെ അന്നിട്ട മുദ്ര പൊട്ടിക്കാൻ പോകും. ന്യായവിധി സംഭവിക്കാൻ പോവുക. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം അന്നുണ്ടാകാൻ പോകും. അന്ന് പൂഴിയിൽ ഉറങ്ങുന്ന അനേകർ എഴുന്നേറ്റ് വരാൻ പോവുകയെ. ചിലർ നിത്യലജ്ജയ്ക്കും ചിലർ നിത്യജീവനും എഴുന്നേൽക്കാൻ പോകും. അനേകരെ നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോകും. വിശുദ്ധ ജനത്തിന്റെ ബലം ക്ഷയിക്കാൻ പോകും. ദേവാലയത്തിന് നാശം വരാൻ പോകും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും എന്ന് വേണ്ട ദാനിയേൽ പ്രവാചകനിലൂടെ പറഞ്ഞ സകല പ്രവചനങ്ങളും ഓരോന്നോരോന്നായി മുദ്ര പൊട്ടിക്കാൻ പോവും. ആ മുദ്രയുടെ ഒരു പാർട്ട് ഞാൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദർശിപ്പാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പാഠം, വെളിപ്പാട് 5:1 ഒരു പുതിയ ചിത്രമല്ല, പഴയ നിയമവും പഴയ പ്രവാചകന്മാരുടെ ദൈവം അരുളി ചെയ്തതായ കാര്യങ്ങളുടെ ഒരു ആവർത്തനം. ദാണ്ട് അവസാനത്തിനായ വിധി, മഹാനായ വിധി. ഇതാണ് മഹാ ഉപദ്രവം കേട്ടോ പ്രിയപ്പെട്ടവരെ. ഒരുപാട് വിശ്വാസികൾ മഹോപദ്രവം ഇനിയും ഭാവിയിൽ സംഭവിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ബിക്കോസ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻ. സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സോ അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഭാഗം അവിടെ നിർത്തുന്നു. കാരണം ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ധ്യാനിക്കേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത് കൈയിൽ അധികാരത്തോടെ, ദൈവം തന്റെ അധികാരത്തിൽ, തന്റെ ശക്തിയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി സങ്കടവും ദുഃഖവും വ്യതയും നിറഞ്ഞ വാർത്തകൾ നിറച്ച്, ഇനിയൊന്നും നിറയ്ക്കാനില്ല. there is no more decrease full, nothing to add. ഒരു പ്രവചന ശബ്ദം പോലും ഇനി ആഡ് ചെയ്യാനില്ല. എല്ലാം പെർഫെക്റ്റ് ആയി. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പെർഫെക്റ്റ്ലി ഫുൾഫിൽഡ്. 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കൊണ്ട് ഞാൻ 7 മുദ്രയെ കുറിച്ച് ഒരു വാക്ക് പറയാം. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഈ 7 സീൽസ് എന്ന് പറയാം, 7 എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ബിബ്ലിക്കൽ ടെർമിനോളജി, സിംബോളിസം ആകട്ടോ. എപ്പോഴും ഹീബ്രുവിൽ എന്ന് പറയുന്നത് ഷെവ എന്നാണ്. ഷെവ 7 എന്ന വേർഡിനകത്ത് ഷെവ, SHEV. ഇനി അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ മലയാളിയാണ്, എബ്രായനല്ല. 7 ക്രിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് 7-മായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉൽപ്പത്തി 1-2 7 ദിവസത്തെ ഒരു ക്രിയേഷൻ പാറ്റേൺ കാണാൻ പറ്റും. 7-ാം നാളിൽ വിശ്രമം കാണാൻ പറ്റും. സോ ദ 7 ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് കംപ്ലീറ്റ്നെസ്, ഫുൾനെസ്, sacred ordering and completion of divine work. അപ്പം the 7 seals എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്? That the document is completely sealed according to the divine purpose. It cannot be opened casually, cannot be altered, cannot be permanently executed, prematurely executed.
ഇടയ്ക്ക് വെച്ചൊന്നും ചെയ്യാൻ പറ്റൂല. ഇതൊരു കംപ്ലീറ്റ്നെസ്സിന്റെ ചിത്രം. പെർഫെക്റ്റ് ടൈമിൽ, പൂർണ്ണമായ സമയത്ത്, കവനന്റ് പെർഫെക്ഷനകത്ത്, ഡിവൈൻ ഓർഡറിൽ, ദൈവത്തിന്റെ വർക്കിന്റെ ഫിനിഷിങ്ങിൽ മാത്രമേ ഈ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കാൻ പറ്റൂ. ഇടയ്ക്ക് കയറി കുറച്ച് പൊട്ടിച്ചിട്ട്, ഈ കഴിഞ്ഞ ഇടക്കാരൻ്റെ പറഞ്ഞിട്ട് 2 മുദ്ര അങ്ങോട്ട് പൊട്ടി, ഇനി 3ാമത്തെ മുദ്ര പൊട്ടാൻ പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മലയാളി സഹോദരി പാസ്റ്റേഴ്സ്, വേദപണ്ഡിതന്മാരെ, കുറച്ചും കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായിട്ടോ. ഈ ചിലർ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, നമ്മുടെ കാര്യം ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ കാണാം ഒരു പാസ്റ്റേഴ്സിന് മറുപടി ഇല്ല എന്ന് പറഞ്ഞു. അയാളുടെ പ്രസംഗം എന്ന് കേൾക്കരുത്, ദുരുപദേശമാണ്, നമ്മൾ തള്ളിക്കളഞ്ഞ കേസാണ്. നമ്മൾ ഏതാ പണ്ട് ഇസ്രായേലും അല്ലെ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞ പോലെ. നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു. തള്ളിക്കളഞ്ഞ കല്ല മൂലക്കല്ല്. ജോൺ ലോറൻസിനെ തള്ളിക്കളഞ്ഞാണ്. അതുകൊണ്ട് ജോൺ ലോറൻസ് മൂലക്കല്ലും നിങ്ങൾക്ക് ഇടർച്ചക്കല്ലുമാണ്. കാരണം കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്ക് തലതിരിഞ്ഞാ പഠിപ്പിക്കുന്നത്, ഉൾട്ടയാ പഠിപ്പിക്കുന്നത് മൊത്തം. മറന്നു പോകരുത്, ഈ 7 സീൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ്സിൽ, പൂർണ്ണതയിൽ മാത്രമേ വെളിപ്പെടും. അതുകൊണ്ടാണ് 7 മുദ്ര. സോ നമ്മൾ 7നെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന വഴി യാത്രയൊക്കെ പഠിക്കാം. അതുവരെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പോകാം. ദൈവം അതിനുള്ള അവസരങ്ങളും കൃപയും നമുക്ക് നൽകട്ടെ. കേൾക്കുവാനായി നിങ്ങളുടെ കാതുകൾ ദൈവം ഒരുക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമായിരുന്നു എങ്കിൽ, അനുഗ്രഹമായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഈ ചെറിയ ചിന്ത മറ്റുള്ളവർക്ക് പങ്കുവയ്പ്പാൻ നിശ്ചയമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും, ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്യുകയും വേണം. ഈ ശുശ്രൂഷയുടെ ഒരു പുരോഗമനത്തിനും അനുഗ്രഹത്തിനുമായിട്ട് നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം തന്റെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്താൽ നിങ്ങൾ സമ്പന്നരായി മാറുക, പരിജ്ഞാനത്തിൽ വളരുക, സമാധാനത്തിൽ ജീവിക്കുക. ദൈവം ഇവരെയും സഹായിക്കട്ടെ. താങ്ക് യു.